Effect of frequency of incident radiation on stopping potential. ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഇൻക്രീസ് ചെയ്യുന്നു. ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസിലുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്രീക്വൻസി ഗ്രേറ്റർ ആയിട്ടുള്ള കേസിലാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഇൻക്രീസ് ചെയ്തു വരുന്നത്. പൊട്ടൻഷ്യൽ ഫോട്ടോ കറണ്ട് ഗ്രാഫ് ഫോർ ഫിക്സഡ് ഇൻറ്റൻസിറ്റി വിത്ത് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ്. ഈ ഗ്രാഫിൽ നിന്നും സാച്ചുറേഷൻ കറൻറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നു. നൗ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ്. The maximum kinetic energy of emitted photoelectrons is given by Kmax is equal to EV0. Here, V0 represents stopping potential and E is the charge of an electron. The maximum kinetic energy of photoelectrons depends on the light source and the emitter plate material, but it is independent of intensity of incident radiation. That is, ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആൻഡ് ഫോർ എ ഫ്രീക്വൻസി ന്യൂ ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ലോവർ ദാൻ ദ കട്ട് ഓഫ് ഫ്രീക്വൻസി ന്യൂ സീറോ, നോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് പോസിബിൾ ഈവൻ ഇഫ് ദ ഇൻറ്റൻസിറ്റി ഈസ് ലാർജ്. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, കട്ട് ഓഫ് ഫ്രീക്വൻസിയേക്കാൾ താഴെ ലോവർ ആയിട്ടുള്ളൊരു ഫ്രീക്വൻസിയിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് നോട്ട് പോസിബിൾ. ദിസ് മിനിമം കട്ട് ഓഫ് ഫ്രീക്വൻസി ഈസ് കോൾഡ് ത്രഷോൾഡ് ഫ്രീക്വൻസി. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് മെറ്റൽസ്. ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങളെ കൺക്ലൂഡ് ചെയ്ത് നമുക്ക് ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന ക്യാപ്ഷന് കീഴിൽ സമ്മറൈസ് ചെയ്യുന്നു. The photoelectric current is directly proportional to intensity of incident light and independent of the frequency. Kinetic energy of emitted photoelectrons depends on the frequency and does not depend on the intensity of radiation. For each metal, there is a threshold frequency below which no photoelectronic emission is possible. And the last one is photoelectric emission is an instantaneous process. Next, photoelectric effect and wave theory of light. The wave picture is unable to explain the most basic feature of photoelectric emission. Wave picture ഉപയോഗിച്ച് photoelectric emission explain ചെയ്യാൻ അത്ര ഈസി അല്ല. ഐൻസ്റ്റീൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് നോക്കാം. Einstein's explanation of photoelectric effect. Einstein explained photoelectric effect based on quantum theory. Quantum theory അനുസരിച്ചാണ് ഐൻസ്റ്റീൻ photoelectric effect explain ചെയ്തിട്ടുള്ളത്. According to quantum theory, light contains photons having energy h nu. When a photon of energy h nu is incident on a metal surface, electrons are emitted. ക്വാണ്ടം തിയറി അനുസരിച്ച് ലൈറ്റ് ഓരോ എനർജി പാക്കറ്റായിട്ടാണ് സഞ്ചരിക്കുന്നത്. ആ എനർജി പാക്കറ്റ്സിന് ഫോട്ടോൺസ് എന്നാണ് പറയുന്നത്. ഓരോ എനർജി പാക്കറ്റ്സിൻ്റെയും എനർജി ഈസ് ഇക്വാലൻറ്റ് ടു എച്ച് ന്യൂ. അപ്പോൾ ഒരു ഫോട്ടോൺ, എച്ച് ന്യൂ എനർജി ഉള്ള ഒരു ഫോട്ടോൺ ഒരു മെറ്റൽ സർഫസിൽ വന്ന് വീഴുമ്പോൾ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ഫ്രം ദ സർഫസ്. എ പാർട്ട് ഓഫ് ദ ഫോട്ടോൺ energy is used as a work function and the remaining part of the photon energy appears as kinetic energy of photoelectrons. ഈ ഫോട്ടോൺ എനർജിയുടെ ഒരു പാർട്ട് വർക്ക് ഫങ്ഷനായിട്ടും റിമൈനിങ് പാർട്ട് ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ടുമാണ് ആക്ട് ചെയ്യുന്നത്. അതായത് സ്റ്റാർട്ടിങ്ങിനും പിന്നീട് കൈനറ്റിക് എനർജി, അത് ആക്ട് ചെയ്യാനുള്ള കൈനറ്റിക് എനർജി ആയിട്ടുമാണ് ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഫോട്ടോൺ എനർജി ഇസ് ഈക്വൽ ടു വർക്ക് ഫങ്ഷൻ പ്ലസ് മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ദാറ്റ് ഈസ് എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു 5 പ്ലസ് കെ മാക്സ് ഓർ Kmax is equal to h nu minus phi 0.
but the work function is given by phi 0 is equal to h nu 0. വർക്ക് ഫംഗ്ഷനെ നമ്മൾ h nu 0 എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, വേർ nu 0 ഈസ് ദ ത്രഷോൾഡ് ഫ്രീക്വൻസി. Therefore, Kmax can be represented as h into nu minus nu 0. This equation is known as Einstein's photoelectric equation. ഇനി നമുക്ക് ഈ ഇക്വേഷനെ ബേസ് ചെയ്ത് ഫ്രീക്വൻസിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും തമ്മിലുള്ള ഒരു ഗ്രാഫ് അനലൈസ് ചെയ്യാം ഡിഫറെൻറ്റ് മെറ്റൽസിൻ്റെ കേസിൽ. We have Einstein's photoelectric equation as Kmax is equal to h nu minus phi 0. In terms of stopping potential, Kmax is equal to EV0. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ ടേംസിൽ എടുക്കുകയാണെങ്കിൽ Kmax is equal to EV0 ആണെന്ന് നമുക്കറിയാം. Thus, we can write EV0 is equal to h nu minus phi 0. That is, V0 is equal to h by e into nu minus phi 0 by e. ഈ കൊണ്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പ്രഷനാണ് V0 is equal to h by e into nu minus phi 0 by e. It predicts that V0 versus nu curve is a straight line. ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിനുള്ളൊരു ഇക്വേഷൻ്റെ ഫോമിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് V0യും ന്യൂയും കൂടെ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുകയും ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ സ്ലോപ്പ് ഈസ് ഗിവൺ ബൈ h by e. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ ആ ഗ്രാഫാണ് ഇവിടെ കാണുന്നത്. രണ്ട് മെറ്റൽസിൻ്റെ കേസിൽ മെറ്റൽ എ മെറ്റൽ ബി രണ്ടിൻ്റെയും കേസിൽ ഫ്രീക്വൻസിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും തമ്മിലുള്ള ഗ്രാഫാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫിൽ നിന്നും അല്ലെങ്കിൽ ഈ കാൽക്കുലേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു ചാർജ് ഓഫ് ഇലക്ട്രോൺ. h by e ഇൻറ്റു ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മളോട് ഈ ഗ്രാഫിൽ നിന്നും പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ രീതിയിലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക. ദ y ഇൻ്റർസെപ്റ്റ് ഈസ് മൈനസ് phi 0 by e. Therefore, work function is equal to minus y intercept into charge of electron. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ എക്സ്പ്രഷനെ നമ്മൾ മൈനസ് ഇ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ്. y ഇൻ്റർസെപ്റ്റിനെ മൈനസ് ഇ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ്. ഈ എക്സ്പ്രഷനിൽ നിന്നാണ് നമുക്ക് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റും വർക്ക് ഫംഗ്ഷനും കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഫ്രീക്വൻസി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഗ്രാഫ് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് വരയ്ക്കുന്നതെന്ന് കണ്ടുപിടിച്ചു. അതിൽ നിന്നും പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റും വർക്ക് ഫംഗ്ഷനും വർക്കൗട്ട് ചെയ്യുന്നതെന്നും മനസ്സിലാക്കി. നൗ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്, ദ ഫോട്ടോൺ. ഇൻ ഇൻട്രാക്ഷൻ ഓഫ് റേഡിയേഷൻ വിത്ത് മാറ്റർ, റേഡിയേഷൻ ബിഹേവ്സ് ആസ് ഇഫ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ് കോൾഡ് ഫോട്ടോൺ. റേഡിയേഷൻ മാറ്ററുമായിട്ട് ഇൻട്രാക്ഷൻ നടത്തുമ്പോൾ റേഡിയേഷൻ പാർട്ടിക്കിൾ പോലെ ബിഹേവ് ചെയ്യുന്നു. ഇതാണ് ഫോട്ടോൺ. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഫോട്ടോൺസ്? വി നോ അബൌട്ട് ഫോട്ടോൺസ്. ഈച്ച് ഫോട്ടോൺ ഹാസ് എനർജി E is equal to h nu and momentum P is equal to h nu by c and speed c, the speed of light. ലൈറ്റിൻ്റെ സ്പീഡോട് കൂടിയാണ് ട്രാവൽ ചെയ്യുന്നത്. ഓൾ ഫോട്ടോൺസ് ഓഫ് ലൈറ്റ് ഓഫ് എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി ന്യൂ ഓർ വേവ് ലെങ്ത് ലാംഡ ഹാവ് ദ സെയിം എനർജി E is equal to h nu is equal to h c by lambda and momentum h nu by c is equal to h by lambda. എനർജിക്ക് വേറൊരു എക്സ്പ്രഷനും കൂടെ കൊടുക്കുകയാണ് നമ്മൾ h c by lambda, മൊമെൻറ്റത്തിനുള്ള എക്സ്പ്രഷൻ h by lambda, independent of intensity of light. By increasing the intensity of light of given wavelength, there is only an increase in the number of photons per second crossing a given area, with each photon having the same energy.
ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഒരു ഗിവൺ വേവ് ലെങ്ത്തിലുള്ള ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡ് ക്രോസിങ് എ ഗിവൺ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത് ഹാവിങ് ദ സെയിം എനർജി. ദ ഫോട്ടോൺ എനർജി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു സെയിം എനർജിയിൽ ഡിഫറൻസ് ഉണ്ടാവുന്നില്ല. അതായത് ഫോട്ടോൺ എനർജി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. Photons are electrically neutral and are not deflected by electric and magnetic fields. പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. ഇൻ എ ഫോട്ടോൺ പാർട്ടിക്കിൾ കൊളീഷൻ ദ ടോട്ടൽ എനർജി ആൻഡ് ടോട്ടൽ മൊമെൻറ്റം ആർ കൺസേർവ്ഡ്. ഒരു ഫോട്ടോണും ഇലക്ട്രോണും തമ്മിലൊരു കൊളീഷൻ ഉണ്ടാവുകയാണെങ്കിൽ ടോട്ടൽ എനർജിയും ടോട്ടൽ മൊമെൻറ്റവും കൺസേർവ് ചെയ്തിരിക്കും. ഹൗവർ ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് മേ നോട്ട് ബി കൺസേർവ്ഡ് ഇൻ എ കൊളീഷൻ. നമ്പർ ഓഫ് ഫോട്ടോൺസ് കൺസേർവ് ചെയ്തിരിക്കില്ല. ദ ഫോട്ടോൺ മേ ബി അബ്സോർബ്ഡ് ഓർ എ ന്യൂ ഫോട്ടോൺ മേ ബി ക്രിയേറ്റഡ്. എനർജിയും മൊമെൻറ്റും ഒക്കെ കൺസേർവ് ചെയ്യും, നമ്പർ ഓഫ് ഫോട്ടോൺസ് കൺസേർവ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ.